അയ്യപ്പസ്വാമിക്ക് നെയ് നിറച്ച തേങ്ങ സമർപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇരുമുടി കെട്ടിലെ പ്രധാന ഘടകമാണ് നെയ്ത്തേങ്ങ. ഇരുമുടി കെട്ടുന്നതിന് മുമ്പ് നന്നായി ഉണങ്ങിയ തേങ്ങ എടുത്ത് അതിന്റെ 3 കണ്ണുകളിലൊന്നിൽ നേർത്ത ദ്വാരമുണ്ടാക്കി അതിൽ നെയ് നിറയ്ക്കുന്നു. ജീവാത്മാവിന്റെയും പരമാത്മാവിന്റെയും കൂടിച്ചേരലിന്റെ പ്രതീകമാണ് നെയ്യഭിഷേകം. ഹിന്ദുമത വിശ്വാസമനുസരിച്ച് ജനന മരണങ്ങളിലൂടെ വേദനകളിൽപ്പെട്ട് ഉഴലുന്ന ജീവാത്മാവ് ഭഗവത് സായുജ്യം നേടുന്നതോടെ, അതായത് പരമാത്മാവിൽ ലയിക്കുന്നതോടെ അതിന് ജനന മരണങ്ങളിൽ നിന്ന് മോക്ഷം കിട്ടുന്നു. നെയ്ത്തേങ്ങയിലെ നെയ്യ് ഭഗവാന് അഭിഷേകം ചെയ്ത ശേഷം മുറിത്തേങ്ങ 18ാം പടിയുടെ താഴെയുള്ള അഗ്നികുണ്ഡത്തിലേക്ക് എറിയുന്നു. ജീവിതത്തിൽ നാം ചെയ്ത പാപപുണ്യങ്ങളാണ് ഇരുമുടിക്കെട്ടായി ശിരസിലേറ്റി കൊണ്ടുപോകുന്നത്. ഇരുമുടിയിൽ വയ്ക്കുന്ന നെയ്ത്തേങ്ങ നമ്മൾ തന്നെയാണ് എന്നാണ് സങ്കല്പം. അതിലെ തേങ്ങ നമ്മുടെ ഭൗതിക ശരീരവും നെയ്യ് നമ്മളുടെ ആത്മാവുമാകുന്നു. വളരെ ഉദാത്തമായ ഒരു സങ്കല്പമാണിത്. നെയ്യ് അഭിഷേകം ചെയ്യുമ്പോൾ ആത്മാവ് ഭഗവാനിൽ അർപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ശരീരമാകുന്ന നെയ്ത്തേങ്ങ ആഴിയാകുന്ന അഗ്നിയിലും സമർപ്പിക്കുന്നു. അറിഞ്ഞും അറിയാതെയും വാക്കാലോ പ്രവൃത്തിയാലോ ചിന്തയാലോ നീയാകുന്ന ഈ പ്രപഞ്ചത്തിൽ വെച്ച് ഇന്നുവരെ ഞാൻ ചെയ്തുപോയ സകലവിധ പാപങ്ങളും പുറത്ത് മാപ്പാക്കി എൻ്റെ ശരീരമാകുന്ന ഈ നാളികേരത്തിൽ ഞാനോ എൻ്റെ തലമുറയോ ഉണ്ടാക്കി വെച്ച മുജ്ജന്മ പാപങ്ങളും ഇഹത്തിലെ കർമ്മദോഷങ്ങളും ദുരിതങ്ങളും അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അഗ്നിയാൽ ഭസ്മമാക്കി തന്ന് എന്നെയും നീയാ പൊരുളായി മാറ്റേണമേ അയ്യനെ. ഭഗവാനെ, ഞാൻ എൻ്റെ ജീവൻ നിന്റെ പാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു. എൻ്റെ ശരീരം കത്തുന്ന അഗ്നിയിൽ സമർപ്പിക്കുന്നു. ഇനി മുതൽ എൻ്റെ ദുഃഖവും സുഖവും എൻ്റെ ജീവനും നീ പരിപാലിക്കണമേ ഭഗവാനെ. ഈ പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ ഭക്തനും മലയിറങ്ങുന്നത്. ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിയേ ശരണമയ്യപ്പ.